സ്വാർത്ഥരായ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയം തൊഴിലാക്കിയെടുത്ത ആളുകളുടെ ഇടയിൽ അഴിമതികളുണ്ടാവും. എങ്ങനെ ചോദിക്കാം, ഞാനിപ്പോൾ 1 ലക്ഷം രൂപ ഓഫർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ബിറ്റ് കോയിൻ ഓഫർ ചെയ്യണം, ഇതിലേതാണ് നീ എടുക്കുക? 1 ലക്ഷം രൂപ എടുക്കുമോ അത് ബിറ്റ് കോയിൻ എടുക്കുമോ? ഞാൻ എടുക്കും, 1 ലക്ഷം രൂപ എടുക്കും. 1 ലക്ഷം രൂപ എടുക്കും. തെറ്റായ കണ്ണുകൾ കൂടി കാണുന്ന ആളുകളാണ് 90%. ഇരുട്ടിന്റെ മറവിൽ ആളുകൾ പറയും പണമല്ല വലുത്, മനുഷ്യന്മാരാണ് വലുതെന്നൊക്കെ പറയും. പക്ഷെ പണം ഇല്ലാത്തവനറിയാം പണം ഇല്ലാത്തവൻ്റെ കാര്യം. സേവ് ചെയ്യാൻ പറ്റിയ വല്ല സ്പിരിറ്റാറ്റം കിടത്തുന്നുണ്ട്. ആനക്കൊമ്പ് സ്പിരിറ്റ് അവന് സേവ് ചെയ്യാം. പിന്നെ ഓഹരി വിപണിയിലൊക്കെ അത്രയും ജ്ഞാനമുള്ള ആളുകൾ, നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും ഒരു സുപ്രഭാതത്തിൽ ഓഹരി വിപണിയിലൊന്നും പണം ഇൻവെസ്റ്റ് ചെയ്യില്ല. നമുക്കിതിനെ കുറിച്ച് അറിയില്ല. എഡ്യൂക്കേഷണൽ ലിറ്ററസിയിൽ ടോപ്പ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിലെ മലയാളികൾക്കിടയിലുള്ള ഫൈനാൻസിനോടുള്ള അപ്രോച്ച് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇത് നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള പല പല ഏരിയകളിൽ നമ്മൾ പോയി പബ്ലിക്കിനോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്തിരുന്നു. അതിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഒരു മാസം നമുക്ക് നല്ല രീതിയിൽ ഭേദപ്പെട്ട രീതിയിൽ ഒരു മാസത്തേക്കുള്ള വരുമാനം വരുമാനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനം തന്നെ വേണ്ടി വരും. അപ്പോൾ സാധാരണക്കാരന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 500-600 രൂപയ്ക്കൊന്നും നടക്കൂല ജീവിക്കാൻ. ഇതിലിപ്പോ ഒരു 50,000 രൂപ സുഖം. ഏകദേശം എത്ര രൂപ ചെലവാ വരുന്നത് ഒരു മാസോ നമ്മൾ കണക്കൂട്ടില്ലല്ലോ. 15,000 രൂപ വരും. അങ്ങനെ ചെലവാണ്. ഒരു 40,000 രൂപ നിത്യച്ചെലവിന് വേണ്ടി വരും ഒരു കുടുംബം, ചെറിയൊരു സന്തുഷ്ട കുടുംബത്തിന് ജീവിക്കാൻ. സാധാരണക്കാരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായി തൊഴിലില്ല, തൊഴിൽ ക്ഷാമം, അഭ്യസ്തര വിദ്യരാണ് നമ്മുടെ കുട്ടികൾ. വിദ്യാഭ്യാസം ഒരുപാട് നേടിയതുകൊണ്ട് ഈ രാജ്യത്ത് ഗുണമുണ്ട്. വർത്തമാനകാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആരോഗ്യപരമായ കാര്യങ്ങളെന്ന് അറിയാം. ഞാനും പുറക്കി തോന്നുന്നു. തൊഴിലവസരങ്ങൾ കുറയുന്നത് മാത്രമല്ല, സ്വാർത്ഥരായ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയം തൊഴിലാക്കിയെടുത്ത ആളുകളുടെ ഇടയിൽ അഴിമതികളുണ്ടാവും. മറ്റൊരു പ്രൊഫഷൻ കയ്യിലുള്ള ഒരാൾ രാഷ്ട്രീയ പൊതുരംഗത്തേക്ക് വരികയാണെങ്കിൽ അഴിമതി കുറയും. സാധാരണക്കാരൻ്റെ നിത്യോപയോഗ ജീവിത മാർഗത്തിന് വേണ്ടിയുള്ള തൊഴിൽ വളരെ മോശമാണ്, സാഹചര്യങ്ങൾ വളരെ മോശം. വിലക്കയറ്റം ഒരു 1000 രൂപേൻ്റെ ഉള്ളിൽ വേണം ഒരു ദിവസം. ഒരു 10-25 രൂപ. ഒരു മിഡിൽ ഫാമിലി ഒക്കെ ആണെങ്കിൽ ഒരു 10-20 രൂപ 25 രൂപ എന്തായാലും വേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയ ഒരു 30. സാധാരണക്കാരുടെ സ്ഥിതിക്ക് അറിയാലോ. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയെങ്കിലും ഇല്ലാതെ തള്ളി നിൽക്കാൻ പറ്റും തോന്നില്ല. എവിടെ സേവ് ചെയ്യാൻ കഴിയണേ? സേവ് ചെയ്യാനൊക്കെ കഴിയോ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഓരോ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മിനിമം ഒരു 700-800 രൂപ കൂലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ അതിലിപ്പോൾ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ബാക്കിയുള്ള പൈസക്ക് സാധനമൊക്കെ വാങ്ങി പിന്നെ ഇവിടെ മിച്ചം വെക്കാനാണല്ലോ. തീർച്ചയായിട്ടും. എങ്ങനെയാണ് സേവിങ് ചെയ്യുന്നത്? എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണോ ബാങ്കിൽ കിട്ടും, ബാങ്കിലിടും. 40,000 രൂപ ഇല്ലാണ്ട് കഴിച്ചിട്ടാവില്ല. ഒരു ദിവസം 1000 കൊണ്ട് തന്നെ നിർത്തില്ല. എന്താ വരെ സാധനത്തിനൊക്കെ ഭയങ്കര, ഉള്ളി വരെ 1 കിലോ കിട്ടണമെങ്കിൽ 65-70 രൂപ. ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഒരു കിലോ വലിയ ഉള്ളി വാങ്ങിക്കുകയാണെങ്കിൽ 80 രൂപയാണ്. നിങ്ങളാലോചിച്ചു, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് കറി വയ്ക്കുന്നത്. വെളുത്തുള്ളിക്ക് 350 രൂപയാണ് സാധാരണക്കാരൻ്റെ പ്രശ്നം. എല്ലാം ഈ കറിയിൽ ഉൾപ്പെടേണ്ടതാണ്. കറി എന്ന് പറഞ്ഞാൽ എല്ലാ വിഭവങ്ങളും പെടാനില്ല, അത് നേരല്ലേ കറിയാവും. അതുപോലെ വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയുള്ളി എല്ലാം. ചെലവൊക്കെ എത്ര ഏകദേശം ഒരു മാസം വരുന്നത്? ചിലവ് മാസമല്ല, ദിവസമായിട്ട് ഇങ്ങനെ മാസത്തെ ചിലവില്ല. വണ്ടിയിലെ വാടകയൊക്കെ കൊടുക്കണം. കാശ് സേവ് ചെയ്യാൻ നോക്കാറുണ്ടോ? ചെറിയൊരു പൈസ സേവ് ചെയ്യാൻ നോക്കും. എങ്ങനെ ചെയ്യുന്നത്? 100 രൂപയൊക്കെ ആയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ദിവസേനയായിട്ട് കാശൊക്കെ സേവ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇപ്പൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല. ചെയ്തിരുന്നു, ഇപ്പോഴില്ല. കാരണം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ കച്ചവടം വളരെ കുറവാണ്. പിന്നെ സാമ്പത്തികമായിട്ടെല്ലാം കുറവാണ്. ഒന്നും സേവിങ് ഇല്ല. അന്നു കഴിഞ്ഞു പോകുന്ന അതെന്നുള്ളൂ. അതും വളരെ ടൈറ്റ് ആയിട്ടാണ്. മിനിമം ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ചെലവായിട്ടുള്ളൂ. ചേട്ടനിപ്പോ ഒരു 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യാം? ലക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് നമ്മള് വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നോക്കും. അതൊക്കെ തന്നെ ചെയ്യാണ്ടാവുള്ളൂ. കുറച്ചധികം തുക, ലോട്ടറി എങ്ങനെയെങ്കിലും കുറച്ചധികം തുക നമുക്ക് കിട്ടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. എവിടെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാം? ചെയ്യാന്നുണ്ടെങ്കിൽ SBI പോലുള്ള നമ്മുടെ ബാങ്കുകളിൽ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാം. 1 ലക്ഷം രൂപ കിട്ടിയാലേ നീ ഐഫോൺ മേടിക്കോ, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ഒരു ഐഫോൺ മേടിക്കോ, അത് ഇൻവെസ്റ്റ് ചെയ്യും? എന്തുകൊണ്ട്? ആദ്യം ചെറിയ രീതിയിൽ ഐഫോൺ വാങ്ങും, എന്നിട്ട് ബാക്കി പൈസ ഇൻവെസ്റ്റ് ചെയ്യും. എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യല്ലേ. ട്രേഡിംഗ് ചെയ്യുന്നുണ്ടോ? അത് അറിയാം. ആഗ്രഹമുണ്ട്. ഇന്നത്തെ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് അല്ല.
ഒരവസ്ഥ. ഇതിലിപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കാശുള്ള ആളുകളാണെങ്കിൽ എന്താ ചെയ്യുക, വലിയ പരിക്കൊന്നും ഏൽക്കുകയാണെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ബാങ്കുകളിൽ. പിന്നെ ഓഹരി വിപണിയിലൊക്കെ അത്രയും ജ്ഞാനമുള്ള ആളുകൾ, നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും ഒരു സുപ്രഭാതത്തിൽ ഓഹരി വിപണിയിലൊന്നും പണം ഇൻവെസ്റ്റ് ചെയ്യില്ല. നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. അറിയുന്നവന് ഇതൊരു സുരക്ഷിത ഒരവസ്ഥ. പിന്നെ ഗോൾഡാണ് മെയിൻ, ഒന്ന് അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കുക. ഇത് 2 കാര്യങ്ങളുള്ളൂ. അത് സാധാരണക്കാരന് പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരു 800 രൂപയ്ക്ക് 900 രൂപയ്ക്ക് ഒരു ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു 4 പേരുള്ള കുടുംബത്തിന് പോലും അതിന് തികയാതെ വരും. അങ്ങനത്തെ അവസ്ഥ. ഇവിടെ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് മനോഹരമായ കാഴ്ചകളായിരിക്കും, നല്ല ശുഭവസ്ത്രധാരികളായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ തീക്ഷ്ണമായ പ്രയാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം. കാശ് ഇങ്ങനെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ആ, ഉണ്ട്. നിക്ഷേപിക്കുന്ന ഡ്രൈവർമാർക്കാവുന്നില്ല കുഴപ്പമില്ല. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇവിടെ ഇപ്പൊ കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇന്ന് ഇങ്ങനെ കഴിഞ്ഞു പോവാ, എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കുക, അത്രേ ഉള്ളൂ. കാശ് സേവ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റാറുണ്ടോ? സേവ് ചെയ്യാൻ പറ്റണ്ടേ? സേവ് ചെയ്യാൻ പറ്റിയ വല്ല സ്പിരിറ്റ് ആറ്റം കിടത്തുണ്ട്. ആനക്കൊമ്പ് സ്പിരിറ്റ് ഓന് സേവ് ചെയ്യാ, അല്ലെ പിടിച്ചുപറി. ഇപ്പൊ ഇവിടെ പിടിച്ചുപറിയാണല്ലോ ആ 7 മണിയായി. എല്ലാം ഒരു വളരെ പഴയത് കുറവാ. സേവ് ചെയ്യാൻ പറ്റുമോ? ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയാലേ മുന്നോട്ട് നോക്കും, അല്ലെങ്കിൽ നീങ്ങൂല. ഒന്ന് നമ്മൾ പ്രോപ്പർ ലാൻഡിൽ ചെയ്യുക, പിന്നെ ഷെയർ പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന പോലെ അവർ എന്തിലിട്ടിട്ടും കാര്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയും പണമല്ല വലുത്, മനുഷ്യന്മാരാണ് വലുത് എന്നൊക്കെ പറയും. പക്ഷെ പണം ഇല്ലാത്തവനറിയാം പണം ഇല്ലാത്തവന്റെ വേദന. കാരണം എന്താ വെച്ചാല് പണമുള്ളവനാണല്ലോ മുഖ്യം. അതാണ് അതിന്റെ സ്ഥിതി. എങ്ങനെ ചോദിക്കാം, ഞാനിപ്പോ 1 ലക്ഷം രൂപ ഓഫർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ബിറ്റ് കോയിൻ ഓഫർ ചെയ്യാണ്, ഇതിൽ ഏതാണ് നീ എടുക്കാം? 1 ലക്ഷം രൂപ എടുക്കോ അത് ബിറ്റ് കോയിൻ എടുക്കോ? ഞാൻ എടുക്കും 1 ലക്ഷം രൂപ എടുക്കും. 1 ലക്ഷം രൂപ എടുക്കും. ചേട്ടനോ? 1 ലക്ഷം രൂപയുണ്ട്. 1 ലക്ഷം രൂപയാണ് എടുക്കുക, അത് ബിറ്റ് കോയിൻ ആണ്. ബിറ്റ് കോയിൻ എടുക്കും. ബിറ്റ് കോയിൻ എടുക്കാം. നീ 1 ലക്ഷം ആണ്. എന്തുകൊണ്ട് ബിറ്റ് കോയിൻ എന്ന് പറയാം? 1 ലക്ഷം രൂപ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. ബിറ്റ് കോയിൻ വീണ്ടും കൂടുതൽ മൂല്യം കൂടും. ഇത് സാധാരണക്കാർക്ക് ഒരു 40,000 വരുമാനം വേണ്ടി വരും. വെളുത്തുള്ളി കിട്ടണമെങ്കിൽ 360 കമ്പോളത്തിന്, അത് ചില്ലറക്കാർ കൊണ്ടുപോയിട്ട് പിന്നെ 400 വെക്കുന്നത്. അപ്പൊ എത്ര അവസ്ഥയിൽ ഭയങ്കര ത്യാഗമാണ് ജീവിതം, കഷ്ടപ്പാടാണ്. ചെറുപ്പക്കാർക്കൊക്കെ ചേട്ടപ്പ് പറയുകയാണെങ്കിൽ ലൈക്ക് ജോലി ചെയ്യുന്നതാണോ നല്ലത്, അതോ ജോലിയായിട്ട് ബിസിനസ് ആണോ നല്ലത്? ബിസിനസ് നമ്മളിപ്പോ നോക്കിയാൽ ശരി ബിസിനസ് ആണ്. എന്തുകൊണ്ടായിരിക്കും business? അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് പഴയ മാതിരിയുള്ള കമ്പോളത്തിന് സർക്കാർ ഇടപെടില്ല. കാരണം കമ്പോളത്തിലുള്ള വ്യാപാരികളെ ഒരുക്കി തോന്നിയ മാതിരി ഇരിപ്പിനെടുത്താ ഒരു വില പട്ടിക വെക്കുക, അതൊന്നുമില്ല. ആ സമ്പ്രദായങ്ങളൊക്കെ എടുത്തറിയപ്പെട്ടത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ സാധനം വാങ്ങാൻ പോയാലും അവര് പറയുന്ന വില നമ്മൾ കൊടുക്കണം. അല്ല, തൊഴിൽ ചെയ്യാൻ താല്പര്യമില്ല ചെറുപ്പക്കാർക്ക്. കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരു യൂസഫ് അലിയോ അദാനിയോ അംബാനിയോ കാണുന്ന നമ്മളെ കൂടുതൽ ആളുകൾ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ നമ്മളൊക്കെ വെച്ചാൽ അധ്വാനിച്ചിട്ട് കുടുംബം പോറ്റണം എന്ന് ആഗ്രഹിച്ചാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ 6, 7, 8 അല്ലെ 10 അംഗങ്ങളുള്ള വീടുകളായിരുന്നു. ഇന്ന് അണുകുടുംബമാണ്. കാരണം 1, 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ ഇന്നത്തെ തലമുറ. ഇപ്പോൾ കൂടുതലെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് അധ്വാനിക്കാൻ താല്പര്യത്തിനുണ്ട് വേഗം റിയൽ എസ്റ്റേറ്റ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത്. കാരണം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുവിനെ ഞാനും ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളടുത്ത് നിന്ന് കാശ് വാങ്ങി, അതായത് അധ്വാനിക്കാൻ മടിയുള്ള ആളുകളാണ് നമ്മളെ മലയാളികൾ. ഇപ്പോൾ ഞാൻ പഴയൊരു പ്രവാസിയായിരുന്നു, പ്രയാസിയാണ് ഇപ്പോൾ ജീവിതത്തിൽ, സത്യത്തിൽ പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ 7 മണിക്ക് ഓഫീസ് തുറക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 6:55 ഓഫീസ് വാച്ച്മാൻ തുറക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ പോയി നിൽക്കും. എന്തുകൊണ്ടാണ്? തൊഴിൽ നഷ്ടപ്പെടുന്നുള്ള ഭീതിയുണ്ട്. ഇവിടെ നമ്മളൊരു 90 ദിവസം അല്ലെങ്കിൽ ഒരു 100 ദിവസം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്ത് തോന്നിയാസം കാണിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ട്രേഡ് യൂണിയനുകളുണ്ടാവും. നിങ്ങൾ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടായിരിക്കും നിങ്ങളത് തുടങ്ങുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കും, ജീവിതത്തിൽ ഒരു ഡ്രീമാണ്. പക്ഷേ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് അത് നശിപ്പിച്ചാൽ അല്ലേ കഴിഞ്ഞു. ഇവിടെ ആത്മഹത്യകൾ പെരുകുന്നതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല, നിസ്സഹായനായി ആത്മാഭിമാനമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലുത് സമ്പത്തിനേക്കാൾ. അത് നഷ്ടപ്പെടുന്നു തോന്നുമ്പോൾ ചിലപ്പോൾ കുടുംബസമേതം ആത്മഹത്യ. നമ്മുടെ ഒരു 20 വർഷത്തിൻ്റെ ഇപ്പുറം എടുത്തു നോക്കിയാൽ പത്രങ്ങളിൽ ആത്മഹത്യ ഇല്ലാത്ത ഒരൊറ്റ പത്രവും നമുക്ക് കാണാൻ പറ്റില്ല മലയാളത്തിൽ. ബാക്കിയുള്ള പത്രം കാണാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ആത്മാഭിമാനം പഴന്നിട്ട് കടങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാതെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും തൊഴിലവസരങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവാത്തവർക്കും കാണാം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണ് നമ്മൾ ഒരൊറ്റ ദിവസം ഒരു ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വിലക്കയറ്റാണ്. അരി കിട്ടാനില്ല, പച്ചക്കറികൾ കിട്ടാനില്ല. ഉപഭോക്തൃ സംസ്കൃതമല്ല നമ്മളത് സംസ്കാരം. നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാനോ കൃഷി ചെയ്യാനോ താല്പര്യമില്ല. അപ്പോൾ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അത് മുറിച്ച് 5 സെൻറ്റായി വിറ്റ് കഴിയുമ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ നിയമം നിങ്ങളുടെ പേരിൽ 5 സെൻറ്റേ ഉള്ളെങ്കിൽ നിങ്ങൾക്കത് നികത്താം, മണ്ണിട്ട് നികത്തി ഉണ്ടാക്കാം, കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇതുപോലുള്ള തക്കിട പരിപാടികൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ യൂറോപ്പുകളെ ആശ്രയിക്കുന്നതേ
അവർ ഉന്നത വിദ്യാഭ്യാസം നേടുന്നില്ല. പ്രധാനപ്പെട്ടത് അവർക്കെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. ഇവിടെ സ്വാതന്ത്ര്യമില്ല സത്യത്തിൽ. നമ്മൾ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും രാത്രി ഒരു 12 മണിക്ക് ഒരു പെൺകുട്ടി ഇതിലേ പോട്ടെ, അർദ്ധരാത്രി പോട്ടെ, തെറ്റായ കണ്ണുകൾ കൂടി കാണുന്ന ആളുകളാണ് 90%. ഇരുട്ടിൻ്റെ മറവിൽ. ഇവിടെ കുറച്ച് മുമ്പ് ഒരു പത്രത്തിൻ്റെ ഒരു പ്രതിനിധി രാത്രി ഇതിലൊരു സഞ്ചാരം നടത്തിയിരുന്നു, ഒരു പെൺകുട്ടി. അപ്പോൾ അവൾക്കുണ്ടായ മോശം അനുഭവം അവർ ആ പത്രത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭംഗിയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല. ഇരുട്ടിൻ്റെ മറവിലായി കഴിഞ്ഞാൽ പെൺകുട്ടി സുരക്ഷിതത്വമല്ല. പക്ഷേ അറബ് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് ഒരു മണിക്ക് പെൺകുട്ടിയുടെ യാത്ര ചെയ്യുന്ന തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടത്തി ശിക്ഷ കിട്ടും. ഇവിടെ പീഡിപ്പിക്കുന്നവൻ 4 ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. പോക്സോ കേസുകൾ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അതില്ല. തെറ്റ് ചെയ്തവന് ശിക്ഷിക്കപ്പെടുന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആളുകൾ അതിനെ ഭയക്കും. കൊന്നവനെ കൊല്ലുന്ന നിയമം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളാലും ഞാനാലും പേടിക്കും. ഇവിടെ കൊട്ടേഷൻ എടുത്ത ആളുകളെ കൊല്ലുക, ജയിലിൽ പോവുക, ഇറങ്ങി വരിക, ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. എല്ലാ പാർട്ടികളും, ഒരു പാർട്ടിനെ മാത്രം കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും അവനവൻ്റെ നിലനിൽപ്പാണ് ഇത്. അപ്പോൾ അത് മാറണമെങ്കിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, യുവാക്കൾ തൊഴിലിലേക്ക് വരണം. പിന്നെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിനെ മാറണം. ഒരു 7ാം ക്ലാസ്സൊക്കെ എത്തുമ്പം സ്വയം തൊഴിലിലേക്ക്, അതായത് ഇവിടെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കാം. ഇൻഡസ്ട്രിയിൽ വർക്ക്, ആശാരിപ്പണി, മേസൻ്റെ പണി, അത് ഇതൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെ പാഠ്യത്തിൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് തൊഴിലിലേക്ക് തീരുമ്പോൾ തീർച്ചയായിട്ടും ഒരു 12ാം ക്ലാസ് ഒരു ഡിഗ്രി കഴിയുന്ന കുട്ടികൾ നല്ല ഒരു ആശാരിയാവാം, അല്ലെങ്കിൽ ഒരു വെൽഡറാവാം. അപ്പോൾ അവർക്ക് ഒരു 20 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും കയ്യിലൊരു തൊഴിലുണ്ടല്ലോ, ഞാൻ പതുക്കെ അതിലേക്ക് നീങ്ങട്ടെ. ഇല്ലാത്തതിൻ്റെ കുട്ടികളാണ് പെട്ടെന്ന് ഇപ്പം ചളിയെടുക്കാനും അല്ലെങ്കിൽ തലച്ചുമോട്ട് എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. മിഡിൽ ക്ലാസ്സിൻ്റെ ആളുകൾക്ക് എന്താണ്, ഈഗോയാണ്. വൈറ്റ് കോളർ ജോബിനോടാണ് നമ്മളെ മലയാളക്കാരിക്ക് പ്രിയം. അതുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും മോശമാകുന്ന ഒരു അവസ്ഥയിൽ വരുന്നത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിനെ കുറ്റം പറയുന്നില്ല എന്നല്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ തൊഴിലെടുക്കാൻ യുവാക്കൾ തയ്യാറായാലും അവസരങ്ങളുണ്ട്. കാശ് സേവ് ചെയ്യാറുണ്ട്? സേവിങ്സ് നടക്കുന്നില്ല. കൂടുതൽ സ്പെൻഡിങ് ആണ്. കുറച്ച് കുറച്ച് ഇല്ല. ഇല്ല, സേവിങ്സ് ഇല്ല. കൂടുതൽ എങ്ങോട്ടാ ചെലവായിക്കൊണ്ടിരിക്കുന്ന? ലൈക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ പോവും, പിന്നെ ഫുഡ്, അതന്നെ മെയിനായിട്ട് പോകുന്നത്. വീട്ടാവശ്യത്തിന്, വീട്ടിലെ ചെലവ്. ഒരു ജോലി ചെയ്യുന്നതാണോ നല്ലത്, അതോ ബിസിനസ് ചെയ്യുന്നതാണോ നല്ലത് തോന്നുന്നത്? ജോലി. ബിസിനസ് ജോലി തന്നെയാണ്. സ്റ്റഡി ഇൻകം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. ബിസിനസ് ഇപ്പോഴത്തെ ബിസിനസ് ഒന്നും ഇപ്പോൾ പലരും നിർത്തി ഒഴിവാക്കി പോയി, വേറെ വേറെ പരിപാടികളൊക്കെ നോക്കി. ഇത്ര ജോലി ഉണ്ടെങ്കിൽ നല്ലതാ, ഒരു സ്റ്റഡി ഇൻകം കിട്ടുമല്ലോ. അത് അതിൽ കുറച്ച് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഒരു ഇതുമായി എന്താ പറയുക, ഒരു സേവിങ്സും ഉണ്ടാവും. ബിസിനസ് കൊണ്ടൊന്നും ഇക്കാര്യം പുതിയ ആൾക്കാരൊന്നും ബിസിനസ്സിലൊക്കെ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല.